ഹായ് പേരൻസ്, നിങ്ങളുടെ കുട്ടികളുടെ ഭാവിക്കായി നിങ്ങൾ എന്തെല്ലാം സ്വപ്നങ്ങളാണ് കാണുന്നത്? നല്ല വിദ്യാഭ്യാസം, നല്ല ആരോഗ്യം. എന്നാൽ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. വളരെ ചെറുപ്പം മുതലേ തന്നെ എങ്ങനെ കുട്ടികളെ ഇതിനെപ്പറ്റി പഠിപ്പിക്കാമെന്ന് നമുക്ക് ചില സിമ്പിൾ സ്റ്റെപ്പുകളിലൂടെ നോക്കാം. ആദ്യമായി ദ 3 ബോക്സ് സിസ്റ്റം. അവർക്ക് ഒരു ചെറിയ പോക്കറ്റ് മണി നൽകുക, എന്നിട്ട് അത് 3 ബോക്സുകളായി തിരിക്കുക. സ്പെൻഡിങ്, അവരുടെ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഇതിൽ നിന്ന് പണം എടുക്കുക. അടുത്ത ബോക്സിൽ സേവിങ്സ്, ഭാവിയിലെ വലിയ ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കുന്നത്. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്നൊരു പാഠം അവർക്ക് ഇതിലൂടെ പഠിക്കാൻ സാധിക്കും. ഡൊണേഷൻ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ശീലം അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത കാര്യമാണ് നീഡ്സ് വേഴ്സസ് വാണ്ട്സ്. ഒരു കടയിൽ പോകുമ്പോൾ അവർ ഒരുപാട് സാധനങ്ങൾ ആവശ്യപ്പെട്ടേക്കാം. അപ്പോൾ അവരോട് ചോദിക്കുക, ഇതൊരു ആവശ്യമാണോ അതോ വെറും ഒരു ആഗ്രഹമാണോ? ഭക്ഷണവും വസ്ത്രവും ഒക്കെ ഒരു ആവശ്യമാണ്. അതുപോലെ പുതിയ കളിപ്പാട്ടം, ഒരു ഗെയിം ഒക്കെ ഒരു ആഗ്രഹമാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ വിവേകത്തോടെ ചെലവഴിക്കാനുള്ള ഒരു കഴിവ് ചെറുപ്പത്തിലേ ഉണ്ടാകും. പിന്നെ ഗോൾ ബേസ്ഡ് സേവിങ്സ് പരിശീലിപ്പിക്കുക. അവർക്ക് വലുതായി എന്തെങ്കിലും വേണമെങ്കിൽ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു വലിയ കളിപ്പാട്ടം, അതിനുവേണ്ടി അവരുടെ സേവിങ്സ് ബോക്സിൽ പണം ശേഖരിക്കാൻ പ്രേരിപ്പിക്കുക. അവർ ലക്ഷ്യത്തിലെത്തുമ്പോൾ അത് വാങ്ങിക്കൊടുക്കുകയും അവരുടെ പരിശ്രമത്തെ അഭിനന്ദിക്കുകയും ചെയ്യുക. ഇതിലൂടെ പരിശ്രമത്തിലൂടെ നേടുന്നതിന്റെ മൂല്യം അവർ തിരിച്ചറിയും. അതോടൊപ്പം ലക്ഷ്യബോധത്തോടു കൂടിയുള്ള സാമ്പത്തിക ശീലവും വളരും. അവസാനമായി വീട്ടിലെ ചെറിയ ജോലികൾക്ക് പ്രതിഫലം നൽകുക. പോക്കറ്റ് മണി വെറുതെ കൊടുക്കാതെ വീട്ടിലെ ജോലികൾ ചെയ്യുന്നതിന് ഒരു ചെറിയ തുക പ്രതിഫലമായി നൽകുക. ഇങ്ങനെ ചെയ്യുമ്പോൾ പണം വെറുതെ കിട്ടുന്നതല്ല, പരിശ്രമത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണെന്ന പാഠം അവർ മനസ്സിലാക്കും. ഓർക്കുക, പണം എന്നത് ഒരു ടൂളാണ്. അതിനെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കണമെന്ന് പഠിച്ചാൽ മാത്രമേ നിങ്ങളുടെ കുട്ടിക്ക് ഭാവിയിൽ ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ സാധിക്കൂ. നിങ്ങൾ ഇന്ന് നൽകുന്ന ഈ ചെറിയ പാഠങ്ങൾ അവരുടെ നാളത്തെ സാമ്പത്തിക വിജയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. സോ ഇതുപോലുള്ള പേരന്റിംഗ് റിലേറ്റഡ് വീഡിയോസിന് പേജ് ചെക്ക്ഔട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് പേരന്റിംഗ് സംബന്ധമായി എന്ത് ടോപ്പിക്കാണ് അടുത്തത് അറിയേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.